പൈസാപ്പിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഊർജ്ജ പരിപാലനം എന്ന ടോപ്പിക്കിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ ബയോഗ്യാസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. അതായത് ബയോമാസുകൾക്ക് വിഘടനം സംഭവിച്ചുണ്ടാകുന്ന ഇന്ധന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബയോഗ്യാസാണ്. ആ ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് മീഥേനാണ്. അതാണ് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൻ്റെ അവസാന ഭാഗം നിർത്തിയത്. ഇനിയുണ്ട്, ഇങ്ങനെയുള്ള ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് നമ്മൾ പുറന്തള്ളപ്പെടുന്ന ആ വസ്തുവിനെ നമ്മളൊരു വളമായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ ബയോഗ്യാസ് പ്ലാന്റ് നിറഞ്ഞു കഴിയുമ്പോൾ അതിനകത്തുള്ള ആ വേസ്റ്റ് നമ്മൾ വാരിയെടുത്ത് കഴിയുമ്പോൾ അതൊരു വളമായിട്ട് നമുക്ക് ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് സ്ലറി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വളം, അതിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് സ്ലറി എന്ന് പറയും. ഇനി നമ്മൾ ഈ ഇന്ധനങ്ങൾക്ക് എല്ലാം തന്നെ കലോറിഫിക് വാല്യൂ ഉണ്ട്, കലോറിക മൂല്യമുണ്ട്. അതായത് 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോഴുണ്ടാകുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം, അല്ലെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഇന്ധനങ്ങൾക്കും എന്തുണ്ട്? കലോറിക മൂല്യമുണ്ട്. ആ കലോറിക മൂല്യം എന്താണെന്ന് വെച്ചാൽ 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോഴുണ്ടാകുന്ന താപോർജ്ജത്തിൻ്റെ അളവ്, അതാണ് ആ ഇന്ധനത്തിൻ്റെ കലോറിക മൂല്യം എന്ന് പറയും. ഇങ്ങനെ കലോറിക മൂല്യം പ്രസ്താവിക്കുന്ന യൂണിറ്റ് ഉണ്ട്. കലോറിക മൂല്യം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. കലോറിക മൂല്യം പ്രസ്താവിക്കുന്ന യൂണിറ്റാണ് കിലോ ജൂൾ പെർ കിലോഗ്രാം. അപ്പോൾ 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായും കത്തുമ്പോഴുണ്ടാകുന്ന താപോർജ്ജത്തിൻ്റെ അളവാണ് കലോറിക മൂല്യം. ആ കലോറിക മൂല്യത്തിൻ്റെ യൂണിറ്റ് കിലോ ജൂൾ പെർ കിലോഗ്രാമാണ്. ഇങ്ങനെ വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങൾക്കാണ് കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ എങ്ങനെയുള്ള ഇന്ധനങ്ങൾക്കാണ് കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ളത്? ചോദിച്ച ക്വസ്റ്റ്യനാണ്. വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങൾക്കാണ് കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ളത്. അതിൽ ആ വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളിൽ ഏറ്റവും കലോറിഫിക് വാല്യൂ കൂടിയത് ഹൈഡ്രജൻ എന്ന വാതകമാണ്. സ്വയം കത്തുന്ന വാതകമാണ് ഇത് ഹൈഡ്രജൻ എന്ന് പറയും. ആ ഹൈഡ്രജൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാമാണ്. അപ്പോൾ വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങൾക്കാണ് കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ളത്. ആ കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം ഏതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് എഴുതാവൂ. ആ ഹൈഡ്രജൻ്റെ കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാമാണ്. ഇങ്ങനെ വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങൾക്കാണ് കലോറിക മൂല്യം ഏറ്റവും കൂടുതലുള്ളത്. കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതെന്ന് വെച്ചാൽ അത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ്റെ കലോറിഫിക് വാല്യൂ 1,50,000 കിലോ ജൂൾ പെർ കിലോഗ്രാമാണ്. ഇങ്ങനെയുള്ള ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നല്ല ഇന്ധനങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് ചെലവ് കുറവായിരിക്കണം. 2, ഉയർന്ന കലോറിക മൂല്യം ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് എളുപ്പത്തിൽ ലഭ്യമാകണം. നാലാമത്തേത് സംഭരിച്ചു വയ്ക്കാൻ പര്യാപ്തമായതായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ചെലവ് കുറവായിരിക്കണം, ഉയർന്ന കലോറിക മൂല്യം ഉണ്ടായിരിക്കണം, എളുപ്പത്തിൽ ലഭ്യമാകണം, സംഭരിച്ചു വയ്ക്കാൻ പര്യാപ്തമായിരിക്കണം, അതുപോലെ അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം, ജ്വലന താപനില കുറഞ്ഞതായിരിക്കണം, ദ്രാവക ഇന്ധനങ്ങൾ സാധാരണ താപനിലയിൽ എളുപ്പം ബാഷ്പീകരിക്കരുത്, അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കണം. അങ്ങനെ ഒരു ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട സവിശേഷ ഗുണങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം, ജ്വലന താപനില കുറവായിരിക്കണം, ദ്രാവക ഇന്ധനങ്ങൾ സാധാരണ താപനിലയിൽ എളുപ്പം ബാഷ്പീകരിക്കരുത്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നതായിരിക്കണം, സംഭരിച്ചു വയ്ക്കാൻ പര്യാപ്തമായതായിരിക്കണം, ഉയർന്ന കലോറിക മൂല്യം ഉണ്ടായിരിക്കണം, ചെലവ് കുറവായിരിക്കണം. ഇതാണ് ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട സവിശേഷ ഗുണങ്ങൾ. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമുണ്ട്, അത് ദ്രവ ഹൈഡ്രജൻ എന്നറിയപ്പെടും. അത് ചോദിച്ച ക്വസ്റ്റ്യനാണ് കേട്ടോ. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ദ്രവ ഹൈഡ്രജൻ എന്ന് പറയും. ഇങ്ങനെയുള്ള സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ അല്ലെങ്കിൽ സോളാർ പാനൽ. ഇത് രണ്ടിൽ നടക്കുന്ന ഊർജ്ജ മാറ്റമാണ് സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറും. അങ്ങനെ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ അല്ലെങ്കിൽ സോളാർ പാനൽ എന്ന് പറയും. ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് വേലിയോർജ്ജം അല്ലെങ്കിൽ വേലിയോർജ്ജം, അതായത്
വേലിയേറ്റം, വേലിയിറക്കം എന്നിവ പ്രയോജനപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തെ വിളിക്കുന്ന പേരാണ് വേലിയോർജ്ജം. അപ്പോൾ എന്താ വേലിയോർജ്ജം എന്ന് പറഞ്ഞാൽ? വേലിയേറ്റം, വേലിയിറക്കം എന്നിവ പ്രയോജനപ്പെടുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജമാണ് വേലിയോർജ്ജം. ഇനി മറ്റൊരു എനർജി ഉള്ളത് ജിയോ തെർമൽ എനർജിയാണ്. ജിയോ തെർമൽ ഊർജ്ജം അല്ലെങ്കിൽ ജിയോ തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ താപരൂപത്തിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഊർജ്ജമാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയും. അപ്പോൾ ഭൂമിക്കടിയിൽ താപരൂപത്തിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഊർജ്ജമാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയും. അങ്ങനെയുള്ള ജിയോ തെർമൽ എനർജിയുടെ മുഖ്യ ഉറവിടം ഏത്? ചോദിച്ച ക്വസ്റ്റ്യനാണ്. ജിയോ തെർമൽ എനർജിയുടെ മുഖ്യ ഉറവിടമാണ് ഹോട്ട്സ്പോട്ട് എന്നറിയപ്പെടും. ഇപ്പോൾ ജിയോ തെർമൽ ഊർജ്ജത്തിൻ്റെ മുഖ്യ ഉറവിടം അതാണ് ഹോട്ട് സ്പോട്ട് എന്ന് പറയും, ഹോട്ട്സ്പോട്ട്. അപ്പോൾ ഭൂമിക്കടിയിൽ താപരൂപത്തിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഊർജ്ജം അല്ലെങ്കിൽ എനർജി, അതാണ് ജിയോ തെർമൽ എനർജി എന്ന് പറയും. അങ്ങനെയുള്ള ജിയോ തെർമൽ എനർജിയുടെ മുഖ്യ ഉറവിടം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹോട്ട്സ്പോട്ടാണ്. അപ്പോൾ എന്താ ഹോട്ട്സ്പോട്ട്? ഉയർന്ന താപനിലയിലുള്ള മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്ത് വരും. ഇത്തരം സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ഹോട്ട്സ്പോട്ട്. അപ്പോൾ ഭൂമിക്കടിയിൽ താപരൂപത്തിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ഊർജ്ജമാണ് ജിയോ തെർമൽ ഊർജ്ജം. ജിയോ തെർമൽ ഊർജ്ജത്തിൻ്റെ മുഖ്യ ഉറവിടം എന്നറിയപ്പെടുന്ന ഹോട്ട്സ്പോട്ടാണ്. ഇനി ആ ഹോട്ട്സ്പോട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഉയർന്ന താപനിലയിലുള്ള മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്ത് വരും. ഇത്തരം സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ഹോട്ട്സ്പോട്ട്. ഇനി നമ്മൾ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി എന്ന് പറയും. അപ്പോൾ അടുത്ത എനർജി നമ്മൾ പഠിക്കുന്നത് ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഹരിതോർജ്ജം. അതായത് പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഗ്രീൻ എനർജി അല്ലെങ്കിൽ ഹരിതോർജ്ജം എന്ന് പറയും. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞു പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സ്, പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സ് പറഞ്ഞായിരുന്നു. അങ്ങനെ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഊർജ്ജങ്ങളും ഉൾപ്പെടുന്നത് ഹരിതോർജ്ജത്തിലാണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞാൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാത്തരം ഊർജ്ജങ്ങളും ഉൾപ്പെടുന്നത് ഹരിതോർജ്ജത്തിലാണ്. അപ്പോൾ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം അല്ലെങ്കിൽ ഗ്രീൻ എനർജി എന്ന് പറയും. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാത്തരം ഊർജ്ജങ്ങളും ഉൾപ്പെടുന്നത് ഹരിതോർജ്ജത്തിലാണ്. ഇനി ഹരിതോർജ്ജത്തിൻ്റെ മറ്റൊരു പേരുണ്ട് ക്ലീൻ എനർജി എന്നറിയപ്പെടും. അപ്പോൾ ഹരിതോർജ്ജത്തിൻ്റെ മറ്റൊരു പേരാണ് ക്ലീൻ എനർജി. ഇനി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാകുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജവും അറിയപ്പെടുന്ന ഒരു പേരുണ്ട്, ദാറ്റ് ഈസ് ബ്രൗൺ എനർജി എന്നറിയപ്പെടും. അപ്പോൾ എന്താ ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജവും അറിയപ്പെടുന്ന പേരാണ് ബ്രൗൺ എനർജി. അതുപോലെ ആഗോള താപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എനർജിയുണ്ട്. ആഗോള താപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എനർജിയുണ്ട്, അത് ബ്രൗൺ എനർജിയാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഊർജ പ്രതിസന്ധി എന്ന് കേട്ടിട്ടുണ്ട്. ഊർജ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ ആവശ്യകതയിലുള്ള വർധനവും ഊർജത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ പ്രതിസന്ധി എന്ന് പറയും. അപ്പോൾ ഊർജത്തിൻ്റെ ആവശ്യകതയിലുള്ള വർധനവും ഊർജത്തിൻ്റെ ലഭ്യതയിലുള്ള കുറവുമാണ് ഊർജ പ്രതിസന്ധി എന്ന് പറയും. അങ്ങനെയുള്ള ഊർജ പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് സൗരോർജം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2, ഊർജം യുക്തിസഹമായി ഉപയോഗിക്കുക. 3, പാഴായിപ്പോകുന്ന ജലത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക. പൊതുയാത്രാ സൗകര്യങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കുക. പുതിയ വീടുകൾ വയ്ക്കുമ്പോൾ വലിപ്പം പരമാവധി ക്രമീകരിക്കുക. അതുപോലെ തെരുവ് വിളക്കുകൾ LDRകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുക. ഇതൊക്കെ ഊർജ പ്രതിസന്ധി ലഘൂകരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. ഇനി LDR എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡ് റെസിസ്റ്റർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, LDR എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഡിപ്പെൻഡ് റെസിസ്റ്റർ. അതായത് പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR. അതാണ് നമ്മൾ പറഞ്ഞ തെരുവ് വിളക്കുകളിൽ LDR
ഉപയോഗിച്ച് നിയന്ത്രിക്കുക എന്ന് വെച്ചാൽ പ്രകാശ തീവ്രതയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ട് ന്യൂക്ലിയർ ഫിഷൻ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി വിഭജിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി മാറ്റുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ഇങ്ങനെയുള്ള ഫിഷൻ കണ്ടെത്തിയ സയൻറ്റിസ്റ്റാണ് ഓട്ടോ ഹാൻ. ന്യൂക്ലിയർ ഫിഷൻ കണ്ടെത്തിയത് ഓട്ടോ ഹാൻ ആണ്. ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ഏതെന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയർ ഫിഷനാണ്. അപ്പോൾ ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫിഷനാണ്. ഇനി അതേപോലെ മറ്റൊന്നുണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷനുണ്ട്. അതായത് അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ സംയോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ സംയോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയത് ഹാൻസ് ബേത്ത് എന്ന സയൻറ്റിസ്റ്റാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ കണ്ടെത്തിയത് ഹാൻസ് ബേത്താണ്. വളരെ ഉയർന്ന താപനിലയും മർദ്ദവും ആവശ്യമായ പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ വളരെ ഉയർന്ന താപനിലയും മർദ്ദവും ആവശ്യമായ പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അതുപോലെ ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം എന്ന് ചോദിച്ചാൽ അത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അപ്പോൾ ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം ദാറ്റ്സ് എ ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഫിഷൻ പ്രവർത്തനം നിയന്ത്രിക്കുന്ന സംവിധാനം ആണ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന ഉപകരണമാണ് അല്ലെ സംവിധാനമാണ് ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ ഫിഷൻ പ്രവർത്തനം നിയന്ത്രിക്കുന്ന സംവിധാനം ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, അതും ന്യൂക്ലിയർ റിയാക്ടറാണ്. അപ്പോൾ ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനം ഏത് ചോദിച്ച ചോദ്യമാണ്, അതും ന്യൂക്ലിയർ റിയാക്ടറാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിലെ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. അതുപോലെ കാർബൈഡ് ഇന്ധനമായി ഉപയോഗിച്ച ആദ്യ രാജ്യം ഏതെന്ന് വെച്ചാൽ നമ്മുടേതാണ്, ഇന്ത്യയാണ്. അപ്പോൾ കാർബൈഡ് അതിന് ചോദിച്ച ചോദ്യമാണ്. കാർബൈഡ് ഇന്ധനമായി ഉപയോഗിച്ച ആദ്യ രാജ്യം അത് ഇന്ത്യയാണ്. കാർബൈഡ് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു ന്യൂക്ലിയർ റിയാക്ടറാണ് കൽപ്പാക്കം, അത് തമിഴ്നാട്ടിലുള്ളത്. ഓക്കെ, കാർബൈഡ് ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, ദാറ്റ് ഇസ് കൽപ്പാക്കത്തെ ന്യൂക്ലിയർ റിയാക്ടറാണ്. കൽപ്പാക്കം ഏത് വെച്ചാൽ തമിഴ്നാട്ടിലാണ്. ഓക്കെ, ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്ന് പറയും. അപ്പോൾ ഘനജലം അല്ലെ ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലം, അതാണ് ഘനജലം എന്ന് പറയും. ഇങ്ങനെയുള്ള ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്ന് പറയും. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറിൽ മോഡറേറ്റർ ആയി ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഘനജലം. ഇത്രയുമാണ് നമ്മുടെ ഊർജ്ജ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഓക്കെ, ഇനി പുതിയ പുതിയ വീഡിയോസിനായി എയ്സാപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.